അൻവർ ഷാ പാലോട് മറുപടി നൽകാം. അല്ല സ്മൃതി, ഇവിടെ എനിക്ക് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിൻഡോ കോൺഗ്രസിന്റെ പ്രതിയായി സംസാരിച്ചപ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്മൃതി മിണ്ടാതിരിക്കുകയായിരുന്നു, ഇടപെട്ടൊന്ന്. കാരണം 18 സീറ്റ് നേടിയത് കൊണ്ട് ജിൻഡോ പറയുന്നതിനോട് ഒന്ന് ബഹുമാനം കാണിച്ചേക്കാം എന്നുള്ള നിലപാടാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഈ പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഭരിക്കുന്ന കേരളത്തിൻ്റെ LDF സർക്കാർ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ കൃത്യമായി പരിശോധിക്കാൻ LDFനറിയാം. നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും തെറ്റ് വന്നാലോ വിട്ടുവീഴ്ചകൾ വന്നു കഴിഞ്ഞാലോ പരിശോധിക്കാൻ കഴിയാത്ത ഒരു സംവിധാനമല്ല CPM എന്നും കേരളത്തിലുള്ള LDF എന്നും നമ്മൾ തിരിച്ചറിയണം. ഇനി നിങ്ങളിവിടെ ഈ പറയുന്ന CPMന്റെ മുകളിലും ഒക്കെ ഇങ്ങനെ നിങ്ങൾ കുതിരയേറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൃശ്ശൂരിൽ ഇവരുടെ TN പ്രതാപന് കഴിഞ്ഞതിന് കിട്ടിയ വോട്ട് എവിടെ പോയി? ജിൻഡോ എടുത്ത് ഒരു വാക്ക് സ്മൃതി ചോദിച്ചോ? നിങ്ങളുടെ വോട്ട് എവിടെ പോയി? LDFന്റെ കാൻഡിഡേറ്റ് സഖാവ് സുനിൽകുമാർ ഇപ്പോഴും 2ാം സ്ഥാനത്ത് അവിടെ ഉണ്ട്. ഈ പറയുന്ന പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്ന പല മണ്ഡലങ്ങളിലും 1ാം സ്ഥാനത്ത് ഈ പറയുന്ന ഇപ്പോൾ പാറശാല ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലുമാണല്ലോ ഈ പറയുന്ന രീതിയിൽ BJPയും കോൺഗ്രസും ടൈറ്റ് ഫൈറ്റ് നടത്തിയത്. എവിടെ ഈ പറയുന്ന രീതിയിൽ പുറകിപ്പോയ എന്തേ? കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും. അപ്പോൾ കോൺഗ്രസിന് പുനർവിചിന്തനം നടത്തണ്ടേ? CPM കൃത്യമായി പറഞ്ഞു, 2019 ഇതുപോലെ ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് കൃത്യമായിട്ടുള്ള വീഴ്ചകൾ വന്ന് നമ്മൾ പരിശോധിക്കും. ആ പരിശോധനയ്ക്ക് ശേഷമാണ് 2019 തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3 സീറ്റാ ഈ പറയുന്ന UDFന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത 5 എണ്ണത്തിൽ. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി. ഞങ്ങൾ കോർപ്പറേഷൻ, പഞ്ചായത്ത് എല്ലാം ഞങ്ങൾ ജയിച്ചു. ഇനി അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ പറയുന്ന പരാജയത്തിന് ശേഷം എവിടെയൊക്കെയാണ് വീഴ്ച വന്നത്, ആരൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഈ വിമർശനം ഉന്നയിച്ചത്, അതിൽ എന്ത് തിരുത്തലുകളാണ് വരുത്തേണ്ടത്, അതറിയാം. അല്ലാതെ നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയം വെച്ചിട്ട് CPM എന്തോ കേരളത്തിൽ അങ്ങ് ഒലിച്ചു പോവും, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ അങ്ങ് അവരെ ചവിട്ടി പുറത്താക്കി എന്നൊക്കെ ജിൻഡോയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന്റെയും KPCC പ്രസിഡന്റ് ആയിട്ടുള്ള K സുധാകരന്റെയും അഹങ്കാരമുള്ള വാക്ക് തന്നെയാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജിൻഡോയും പറയുന്നതെങ്കിൽ ഇനിയും തെരഞ്ഞെടുപ്പുകളുണ്ട്, ഞങ്ങൾ അതും പറയുന്നു. ആ തെരഞ്ഞെടുപ്പുകളും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലാണ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാക്കുകളൊക്കെ നാളെ നിങ്ങൾക്കും തിരുത്തി പറയേണ്ടി വരും. ഇവിടെ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ പെൻഷൻ കൊടുക്കാനുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, കേന്ദ്രത്തിൽ നിന്ന് പൈസ കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് പെൻഷൻ കൊടുക്കാത്തത് എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. അപ്പോഴും മാധ്യമങ്ങളും ഇവിടുത്തെ സോഷ്യൽ മീഡിയാസിൽ അടക്കം ഈ പറയുന്ന നിങ്ങൾ ചിലപ്പോൾ ഈ പോരാളി ഷാജിമാരായിട്ട് ഈ പറയുന്ന രീതിയിൽ CPMനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ കാരശ്ശേരി മാഷും പറഞ്ഞു, ഞാൻ ഇത്രയും നാളായിട്ട് ചാനൽ ചർച്ചകളൊക്കെ കാണുകയും ഈ പറയുന്ന രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കുകയും കാരശ്ശേരി മാഷിനോട് മുമ്പും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത്രയും നാളായിട്ട് പിണറായിയെ പറ്റിയോ കേരളത്തിലെ CPMനെ പറ്റിയോ LDFനെ പറ്റിയോ ഒന്നും നല്ലത് പറഞ്ഞിട്ടില്ല, നല്ലത് ചെയ്തപ്പോഴും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോ നന്നാക്കാനായിട്ട് ഈ പരാജയത്തിന്റെ മുകളിൽ അങ്ങ് നന്നാക്കി കളയാം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്തു കളയാം, ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് എന്നുള്ള നിലപാട് അതൊരിക്കലും ശരിയുള്ളതല്ല. കേരളത്തിലെ ജനങ്ങളൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇതൊക്കെ കാണുന്നുണ്ട്. ഈ ഇപ്പോൾ കഴിഞ്ഞ 2019 1 സീറ്റ് തന്ന ജനങ്ങൾ തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് തന്നത്. ഇപ്പോഴും ഈ പറയുന്ന 1 സീറ്റ് തന്ന ജനങ്ങൾ നാളെ എത്ര സീറ്റ് തന്നു കഴിഞ്ഞാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തിരുത്തലുകൾക്ക് വിധേയമാക്കും. ആ തിരുത്തൽ എന്താണെന്നുള്ളതായിരുന്നു ഞാൻ തുടക്കം മുതൽ ചോദിച്ചിരുന്നത് അൻവർ ഷാ പാലോട്. താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. താങ്കൾ ഈ പറയുന്നുണ്ടല്ലോ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു എന്ന. കോൺഗ്രസിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ആ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ ഈ തൃശ്ശൂർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ പരാജയം പഠിക്കാനുള്ള യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തോമസ് ഐസക് ഒരു തുറന്ന പ്രതികരണം നടത്തുകയാണ്. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതുകൊണ്ടാണ് ആ ചോദ്യം നിങ്ങളിലേക്ക് വരുന്നത്. അല്ലാതെ ബാക്കിയുള്ളവർ പറയുമ്പോൾ മിണ്ടാതിരിക്കുകയും
താങ്കൾ പറയുമ്പോൾ മാത്രം ഇടപെടുകയും ചെയ്തു. താങ്കളിൽ നിന്ന് കിട്ടേണ്ട ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് ആവർത്തിച്ചത് ചോദിക്കേണ്ടി വരുന്നത്. എന്ത് തിരുത്തൽ നടത്തും? നമ്മൾ നന്നായി തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറിയാണ് അൻവർ ഷാ പാലോട്. ഒന്ന് നന്നായി മനസ്സിലാക്കൂ. നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരവും ഉത്തരവല്ല, നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരവും നിങ്ങൾക്കിഷ്ടമുള്ള ഉത്തരമല്ല ഈ തെരഞ്ഞെടുപ്പ് വിധിയായി വന്നിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആഗ്രഹിച്ച വിധിയല്ല വന്നിരിക്കുന്നത്. അത് ചർച്ച ചെയ്തുകൂടാ എന്നാണോ? അത് ചോദിച്ചുകൂടാ എന്നാണോ? ശൈലി മാറ്റൂ അൻവർ ഷാ പാലോട്, ശൈലി മാറ്റൂ. സ്മൃതിയൊക്കെ നമുക്കറിയാലോ, ഈ പറയുന്ന മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ടല്ലല്ലോ ഈ ജനങ്ങൾ വിധി എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തേ വീട്ടിലിരിക്കേണ്ടവരാണ്? ഞങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഭരിക്കാൻ പോലും പറ്റാത്ത ആൾക്കാരായത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.